മോളെ ചന്തന്ന് വരുമ്പോ മോക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ. അതല്ലേ മോളെ, പ്രത്യേകിച്ച് വല്ലതും? പ്രത്യേകിച്ച് അത് തന്നെ മതി. എന്താ ഇപ്പൊ പ്രത്യേകിച്ച് രജനിക്ക് കൊണ്ട് കൊടുക്കാൻ പോകുന്നത്? അതൊന്നും നിങ്ങൾ അറിയണ്ട, ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാ അല്ലേ മോളെ? നിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ലടി മോളെ. എന്റെ മോക്ക് എന്ത് കൊണ്ടുവന്നാലും അതിന്റെ ഓഹരി നിനക്കുണ്ട്. ഇതാ ചോറ്. ആ ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് മുതലാളിയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് പോണേ. എന്തിനാ അദ്ദേഹം വിളിപ്പിച്ചെന്നറിയല്ലോ. ഞാനവിടെ കയറിയിട്ടേ പോകും. ആ മുതലാളി എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? വാസു, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വാസുവിനെ വിളിപ്പിച്ചത്. എന്താണ്? ഒരു മിസ്റ്റർ രാജശേഖരൻ തമ്പിയെ വാസു അറിയുമോ? വാസുവിന് മനസ്സിലായോ? ഇവൻ എന്നെ മറക്കാനിടയില്ല. രജനി മോളെ ഇദ്ദേഹത്തിൻ്റെ കൂട്ടി അയക്കണമെന്ന് പറയാനാണ് ഞാൻ വാസുവിനെ വിളിപ്പിച്ചത്. മുതലാളി വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. പക്ഷെ ഇത് മാത്രം പറയരുത്. ഞാൻ എന്റെ മോളെ ആർക്കും കൊടുക്കില്ല. ആ കുട്ടിയെ അതിന്റെ അവകാശമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്റെ മോളെ തരില്ല. മുതലാളി, ഞാൻ നന്ദികേട് കാണിക്കാനെന്ന് വിചാരിക്കരുത്. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോ എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തത് മുതലാളിയാണ്. ഞാനതൊരിക്കലും മറക്കില്ല. പക്ഷേ എന്റെ മോളെ എന്റെ അടുത്ത് നകറ്റാൻ മുതലാളി കൂട്ടു നിൽക്കരുത്. കുറെ നാൾ കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് മാറ്റം ഉണ്ടായേക്കാം. അതുവരെ നിങ്ങൾ ഇവിടെയുള്ള നിങ്ങളുടെ ബംഗ്ലാവിൽ താമസിക്കൂ. അതാണ് നല്ലത്. എന്താടാ കാശെടുക്കാൻ ഇത്ര താമസം? രണ്ടുപേരും മരിച്ചിന് കച്ചവടം. ഏതല്ലേ? ഏതല്ലേ? ഒരു 2 രൂപ ഇങ്ങോട്ടേക്ക്. രാവിലെ 10 പൈസക്ക് വിട്ടിട്ടില്ല. മര്യാദക്ക് പറയുന്നത് കേൾക്കുന്നോ അതോ കച്ചവടം നടത്തി പോണോ? കാശികളൊക്കെ കയ്യിൽ വേണം, അല്ലെങ്കിൽ എല്ലാം ചവിട്ടുന്ന പഠിക്കും. നിന്റെ തന്തപ്പൊടി എവിടാ? വന്നില്ല. കുറച്ചു നാളായല്ലോ എന്നെ നേരെ ചെയ്യുമെന്ന് കേൾച്ചിട്ട്. കച്ചവടം തീരെ മോശമാണ് മാഷേ. ആഹാ, എന്നാ ദരിദ്രവാസികൾ ഇവിടെ കൂട്ടം കണ്ണുമൂക്ക് കണ്ടൂടെ? ഞാനൊന്ന് മുട്ടിയാലെന്താ? നിനക്ക് തേഞ്ഞു പോവും. തട്ടാനും മുട്ടാനും വേറെ ആളെ നോക്കണം. മര്യാദക്ക് നടന്നോ, ഇല്ലേ നീ ഈ ചന്തയിൽ നേരെ പോവില്ല. ജോണി, എന്താടാ ഇവിടെ? ഓ, ചോദിക്കാൻ വന്നാണോടാ? അതേടാ, നീ ഒരുത്തൻ ഇവിടെ ഉണ്ടെന്ന് വെച്ച് പെണ്ണുങ്ങൾക്ക് ചന്ത വരാൻ വയ്യ അല്ലേ? എന്നോട് അരയ്ക്കാൻ വന്നാലേ പെടലി ഒടിഞ്ഞൂടെ കിടക്കും. പിന്നെ ചുമടെടുത്ത് ജീവിക്കാനൊക്കില്ല. എടാ, കൈയും കാലും എനിക്കും ഉണ്ടടാ പട്ടി. പിന്നെ ഞാൻ കാണിച്ചാ ഓടാ. വാസുവേട്ടൻ എന്താ താമസിച്ചത്? നീ സാധനമൊക്കെ നടക്ക. ശരി, ഞാൻ നമ്മുടെ വാനരപ്പട ഒന്ന് വിളിക്കാം. ഒന്ന് ഓടി വാ മക്കളെ. ആ, നമ്മുടെ വാസേട്ടൻ ലോഡൊക്കെ ഒന്ന് ഇറക്കിക്ക്. വേഗം ആട്ടെ. എല്ലാം കൂടെ താഴെ ചതക്കരുത്. വാസേട്ടോ, ആ
സാവിത്രി ചേച്ചിക്ക് രജനിമോൾക്ക് സുഖം തന്നെ അല്ലേ? ഈടായിട്ട് നിന്നെ അങ്ങോട്ടും കാണാറില്ലല്ലോടാ മോനെ. അത് ചേട്ടാ, ഞാനിപ്പോ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. ഒരു ലൈസൻസ് കയ്യിൽ കിട്ടിയാൽ ഈ ചുമട്ടുപണിയൊക്കെ നിർത്തി വല്ല ടാക്സിയോ മറ്റോ ഓടിക്കാൻ. അത് കൊള്ളാം, നല്ല കാര്യം. ആ, രജനിമോൾക്ക് ഇത്തിരി റിബൺ വാങ്ങിച്ച് ചേട്ടൻ പോകുമ്പോൾ തന്നയക്കാം. ഞാൻ ഇന്നാള് ചെന്നപ്പോ നീല റിബൺ വേണമെന്ന് മോള് പറഞ്ഞിട്ടുണ്ട്. വാസു, വാസു, കഴിഞ്ഞ പ്രാവശ്യം നീ 5 പൈസ പോലും തരാതെ പോയി. മനപ്പൂർവ്വം അല്ല ജോണി, മറന്നു പോയതാ. സാരമില്ല, അതും കൂടെ ചേർത്തിപ്പോ തന്നാ മതി. എന്തോ ഇപ്പൊ തന്നില്ലെങ്കിലോ? വ്യക്തിപരമായ കാര്യങ്ങൾ നീ ഇടപെടരുത്. ഇടപെട്ടാലോ? ഈ ചന്തയിൽ നിന്ന് ഇപ്പൊ തന്നെ നിന്റെ ശവം പൊക്കി മാറ്റണോടാ. ഒന്ന് പോടാ. നീ ചന്ത നടന്ന് എല്ലാവരെയും വരട്ടുന്ന പോലെ ഈ കോയാക്കുട്ടിയെ വരട്ടിയാണല്ലോ, വിവരം അറിയും. വാസു, നിനക്ക് ഈ അലവരാതി കണ്ട കൂട്ടുകിട്ട് നല്ലതല്ല. വാടാ. അയാൾക്ക് ഞാൻ പതിവായിട്ട് 2 രൂപ കൊടുക്കാറുള്ളതാ, അത് കൊടുത്തേക്കാം. ഓരോരുത്തർ വയറ്റ് പഴുപ്പല്ലേ കോയക്കുട്ടി? വേണ്ട ചേട്ടാ, ചേട്ടനെ പോലുള്ളവരാണ് ഈ അലവലാദികളൊക്കെ വളർത്തുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ ഇക്കാനെ തൊട്ടാൽ അവന്റെ കൈ കൊടുക്കുന്നവന് മനസ്സിലായി. നോക്കു വായിക്കാൻ. ദാ, ഇത് റിബൺ കോയാക്കുട്ടി വാങ്ങിച്ചതാണ്. നിനക്ക് കൊണ്ടിട്ട് മോളെ. മോളെ കഴിക്കേ. എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? അത് തമ്പി അദ്ദേഹം പേരെ പിടിച്ച് ഇവിടെ എത്തി. അങ്ങർക്ക് മോളെ വേണമെന്ന്. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? എന്തോ. എന്നിട്ട് എന്ത് പറഞ്ഞു? മോളെ കൊടുക്കില്ലെന്ന് പറഞ്ഞു. ചന്തയിൽ പോയി, അവിടെ ഇല്ല. വീട്ടിൽ പോയി, അവിടെ ഇല്ല. എന്തിനാ അന്തോണിച്ചേട്ടാ ഇങ്ങനെ ഓടി നടക്കുന്നത്? കൈ കാശ് കിട്ടിയാൽ നേരെ അന്തോണിച്ചേട്ട വീട്ടിൽ കൂടെ തരൂലേ? കൊണ്ടുത്തരും വിചാരിച്ച് ജീവിതകാലം മുഴുവൻ നോക്കിയിരിക്കാൻ പറ്റുമോ? ആവശ്യക്കാരൻ കൂടെ കൂടെ ചൂടായിക്കൊണ്ടിരുന്നാലേ കടം വാങ്ങിച്ചോനും ചൂടുണ്ടാവൂ. എന്തിനാ അന്തോണിച്ചേട്ടാ ഈ ആദി? വീടും പറമ്പ് വീട് തന്നിട്ടില്ലേ? അതെ, പക്ഷെ നീ ആ മാസാമാസമുള്ള പലിശയെങ്കിലും എനിക്ക് താ. അന്തോണിച്ചേട്ടൻ അറിയാമല്ലോ, ഈ കാണുന്നൊക്കെയല്ലേ ഉള്ളൂ എന്റെ വരുമാനം. ആ ഒരു കാരണം വിചാരിച്ചാ നിന്നെ ഞാൻ പിരിയാത്തത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരവധി കൂടെ ഞാൻ തരും. അന്ന് തെറ്റിച്ചാൽ വസ്തു ഞാൻ നടത്തിയെടുക്കും. ആ, അന്ന് ഞാൻ കണ്ണീ ചോരയില്ലാത്തവനാണെന്ന് നാട്ടുകാർ പറയുന്ന പോലെ നീയും പറയരുത്. ആ, വിവരങ്ങളെല്ലാം മാസോട് പറഞ്ഞിട്ടുണ്ട്. എന്തായി മോളെ? മോക്ക് അഡ്മിഷൻ ശരിയായി. അമ്മാവനോട് പറയാനേ അവൾ ഓടി വന്നത്. ഇനി എന്തൊക്കെയാ വേണ്ടത്? ഫീസ് കൊടുക്കണം, ബുക്സ് വാങ്ങണം, പിന്നെ കുറച്ച് ഡ്രസ് എടുക്കണ്ടേ. എന്ത് വേണ്ടി വരും മോളെ? കുറഞ്ഞത് 1000 രൂപയെങ്കിലും വേണ്ടി വരും അമ്മാവ. അത്രയും രൂപ ഇപ്പൊ ഉടനെ ഉണ്ടാക്കാൻ പറ്റുമോ മോളെ? ഇവിടുത്തെ സ്ഥിതി നിനക്കറിഞ്ഞൂടെ? വീട് സ്ഥലവും അന്തോണിച്ചേട്ടന് പണയാണ്. ആ കാശിന് അയാൾ കയറി ഇറങ്ങി നടക്കുന്നത് നീയും കാണുന്നില്ലേ? ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാണമ്മേ? പിന്നെ ആരോട് പറയണം? നീയും ഇതൊക്കെ അറിയണ്ടേ? ഇത്രയൊക്കെ പണം ചെലവ് വരുമെങ്കിൽ നീ ഈ വർഷം കോളേജിൽ ചേരണ്ട മോളെ. പണം ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത വർഷം ചേരാം.
തൽക്കാലം തയ്യലോ ടൈപ്പോ പഠിക്ക്. ഒരാള് നമുക്ക് വേണ്ടി കടം വാങ്ങിയും കഷ്ടപ്പെട്ടും മുടിഞ്ഞു. എത്രയെന്ന് പറഞ്ഞാ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്. കൊടുക്കുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വാങ്ങുന്നവൻ അറിയണം. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പഠിക്കാൻ പോരുത്, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പോകുന്നില്ല. പോകാതിരുന്നാലോ? നിന്റെ ഒരു വർഷം വെറുതെ പോവില്ലേ? മോളെ, അമ്മ വേറെന്തോ വിഷമം കൊണ്ട് പറഞ്ഞതാ. പോട്ടെ, നീ കരയാതെ. മോളെ പഠിപ്പിക്കാം. മോക്ക് പഠിക്കാവുന്നത്ര പഠിച്ചോ. ഇനി ഒന്നും പറഞ്ഞ് അവളുടെ മനസ്സ് വേദനിപ്പിക്കണ്ട. അവള് കോളേജ് ചേർന്ന് പഠിക്കട്ടെ. ബാസ്, നീ ബസ്സിലും തീവണ്ടിയിലുമെല്ലാം കയറി ഇവിടം വരെ വന്ന് ഇങ്ങനെ ഒരാവശ്യം പറയുമ്പോ കായില്ലാന്ന് പറഞ്ഞ് അന്നെ മടക്കി അയക്കാൻ ഞമ്മക്ക് വിഷമുണ്ട്. നാട്ടിൽ കാശുള്ള പലരോടും ചോദിച്ചു, ആരും തന്നില്ല. കാർക്കെ കണ്ടാൽ എന്തെങ്കിലും വഴി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് വണ്ടി കയറി. ആ അതെ, ഇതാണ് പടച്ചോന്റെ ഒരു ഹിക്മത്ത്. കൈ തുറന്ന് പിടിച്ചിരിക്കണവന് ഓൻ ഒന്നും കൊടുക്കൂല, മുറിച്ച് പിടിച്ചിരിക്കണവന് ഓൻ ഭാര്യക്കോരി കൊടുക്കും. ആ, നീ ഇവിടെ ഇരി. മോളെ നബീസ, എന്താ പാപ്പാ? എങ്ങനെയുണ്ട് പോക്കറെ കച്ചവടമൊക്കെ? ജോറാ നടക്കണ്. പക്ഷെങ്കി 5 രൂപ ഒന്ന് മേടിച്ചോണ്ട് പോണ്ടക്ക് നമ്മള് പഠിപ്പിച്ചു കൊടുക്കാൻ കൂടെ വേണം. പോക്കർ വായിക്കോ? ആ കേക്കണോ? പിന്നെ കപ്പിച്ചരാം. ബാസ്, നമ്മുടെ വീട്ടിൽ കായില്ലെന്നേ ഉള്ളൂ. പക്ഷേങ്കില് ഞമ്മളെ മോള് കായ് പൊന്നാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. രജനീമോടെ പഠിത്ത കാര്യത്തിനല്ലേ. ആ ദേ, നീ ഇത് കൊണ്ടുപോയി പണയം വെച്ച ആവശ്യം കാണും. അയ്യോ വേണ്ട കതർക്ക. ഇവനെന്ത് ഭ്രാന്തനാടാ. മനുഷ്യന്മാര് കായ് കൊടുത്ത് പൊന്നു മേടിക്കുന്നത് മയത്തിന്റെ പുറത്തിടാനല്ല. കായിന് ആവശ്യം വരുമ്പം പണയം വെച്ചോ ബിറ്റോ ആവശ്യം കാണാനാണ്. ആ, നിങ്ങളിത് പിടിക്കും. നബീഷാനെ ഓട പുയ്യാപ്പിള പ്രസവത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ്. പേര് കഴിഞ്ഞ് ഓള് പുയ്യാപ്പിളിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നീ പണ്ടെടുത്ത് തന്നാ മതി.